Question number 18. In a perfectly elastic collision, two spheres are made up of the same material with masses 15 kg and 25 kg moving in the opposite direction with a speed of 10 and 30 meter per second respectively strikes each other and stick together. The rise in temperature if all the heat produced during the collision is retained by these spheres. അതായത് ചോദ്യത്തിൽ പറഞ്ഞ കാര്യം രണ്ട് സ്ഫിയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ വർക്ക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൊളീഷൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. ആ സ്ഫിയേഴ്സിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മാസ് 15 കിലോഗ്രാം, അതേപോലെ രണ്ടാമത്തെ സ്ഫിയറിൻ്റെ മാസ് 25 കിലോഗ്രാം. ആൻഡ് ദേ ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇതിൻ്റെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ വെലോസിറ്റി വെക്ടർ ആണ്. ഒരാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് മൈനസ് എന്ന് വിളിക്കണം. ഇനി ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. കൊളീഷന് ശേഷം അവർ സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്നിച്ച് ട്രാവൽ ചെയ്യാണ്. ആ കൊളീഷന് സമയത്ത് കാരണം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നുള്ളത് നമുക്കറിയാം, അതിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്, മൊമെന്റം കൺസേർവ്ഡ് ആണ്. ബാക്കി കൊളീഷൻസിൽ ഒന്നും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല എന്ന് പറയുമ്പോൾ ആദ്യമുള്ള കൈനറ്റിക് എനർജിയും പിന്നുള്ള കൈനറ്റിക് എനർജിയും ഈക്വൽ അല്ല. കൈനറ്റിക് എനർജിയിൽ ഒരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ കൊളീഷന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ പറയാം. കൊളീഷന് മുമ്പ് ഉണ്ടായിരുന്ന ടോട്ടൽ കൈനറ്റിക് എനർജി 100 ജൂൾ ആണെങ്കിൽ കൊളീഷന് ശേഷം ചിലപ്പോൾ ഒരു 20 ജൂളായിട്ട് മാറും. അപ്പോൾ എത്ര ചേഞ്ച് വന്നു? 80 ജൂള്. ആ ചേഞ്ച് മുഴുവനും ഹീറ്റായിട്ട് കൺവേർട്ട് ആയി എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അത് മുഴുവനും ഹീറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എത്ര ടെമ്പറേച്ചർ റൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണ് ഇവരുടെ കൈനറ്റിക് എനർജി നോക്കാം. അതാണ് അവിടെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം നിർബന്ധമായിട്ട്. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ കൊളൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു m1 m2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v1 മൈനസ് v2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ രണ്ടുപേര് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് m1 m2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v1 മൈനസ് v2 ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇതിൽ വാല്യൂ കൊടുക്കാം. m1ൻ്റെ വാല്യൂ 15, m2ൻ്റെ വാല്യൂ 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 40, v1 മൈനസ് v2 ദ ഹോൾ സ്ക്വയർ. v1ൻ്റെ വാല്യൂ 10 മൈനസ് v2ൻ്റെ വാല്യൂ എത്രയും -30, കാരണം അതൊരു വെക്ടർ ആണ്, ദ ഹോൾ സ്ക്വയർ. ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? 15ൽ നമുക്ക് 5 എത്ര വരുന്നുണ്ട്? 3. ഇതിൽ 5 എത്ര വരുന്നുണ്ട്? 8 അല്ലേ. മുകളിൽ 75 ഉണ്ട്, താഴെ 8 × 2 16. ഇവിടെ 30 + 10 40. 40യുടെ സ്ക്വയർ മീൻസ് 1600. 16 കട്ട് ചെയ്യാം. അപ്പോൾ 7500. ഇത്രയും ജൂള്, 7500 ജൂളാണ് അവർ കൊളീഷന്റെ സമയത്ത് നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജിയാണ് അവിടെ ഹീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ആ സമയത്തുള്ള റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ് വേണ്ടത്. ഇനി നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിക്കാറുണ്ട്. Q = ms ∆T. അപ്പോൾ ആ Q കിട്ടി. എത്രയാണ് കൈനറ്റിക് എനർജി ചേഞ്ച്? അതാണ് അവിടെ Q ആയിട്ട് മാറുന്നത്. സോ ദെയർഫോർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ക്യാൻ ബി റിട്ടൺ ആസ് Q ഡിവൈഡഡ് ബൈ ms. Qയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 7500. മാസ് അല്ലേ, m എന്ന് പറയുമ്പോൾ രണ്ട് ബോളുകളുടെയും ടോട്ടൽ മാസ് ആണ്. രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്നിച്ചല്ലേ ട്രാവൽ ചെയ്യുക. രണ്ടുപേരുടെയും ടോട്ടൽ മാസ് 25 + 15 40. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 31 കാലറിയാണ്. പക്ഷേ കാലറിനെ കൺവേർട്ട് ചെയ്യാൻ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബിക്കോസ് കാലറി അല്ലല്ലോ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ജൂൾ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 31 × 4.2. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.44 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പോൾ ആ രണ്ടുപേര് കൊളൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊളീഷൻ കാരണം അവരുടെ നിലവിലുള്ള ടെമ്പറേച്ചറിനേക്കാളും 1.44 ഡിഗ്രി ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാകും? റൈസ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ദ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം.